വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ മാഷ്ഡ് പൊട്ടറ്റോ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാൻ അതിന് വേണ്ടിയിട്ട് 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഉണക്കമായിട്ടുള്ള കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്ത് കൊണ്ടുവരാം. ഒരു പാത്രത്തിൽ ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ പീസസ് ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കഷ്ണങ്ങളാക്കി മുറിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഇനി ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ പ്രഷർ കുക്കറിൽ വെച്ചിട്ടാണെങ്കിലും വേവിച്ചെടുക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ സൗകര്യത്തിന് നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ കിഴങ്ങ് മുഴുവൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോഴത്തെ കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, ഒന്ന് ഉടഞ്ഞു വരാൻ തുടങ്ങുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കിഴങ്ങ് നമുക്ക് വെള്ളത്തിൽ നിന്ന് ഒന്ന് കോരി മാറ്റി വെക്കാം. നിങ്ങളുടെ കയ്യിൽ പൊട്ടറ്റോ മാഷർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഈ കിഴങ്ങ് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഇനി മാഷർ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിച്ചിട്ട് നമുക്ക് മാഷ് ചെയ്തെടുക്കാം. ആ സ്റ്റീൽ ഗ്ലാസിന്റെ അടിഭാഗം വെച്ചിട്ട് നമുക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഇതിൽ കട്ടയൊന്നും ശേഷം ഉണ്ടാവാൻ പാടില്ല. കട്ടയില്ലാതെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടാനായിട്ട് കുറച്ചധികം സമയം എടുത്തൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പൊ കിഴങ്ങൊക്കെ നമ്മൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറാണ് നമുക്കിതിന് വേണ്ടിയിട്ട് വേണ്ടത്. ഇനി ഞാനിവിടെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ബട്ടർ ഒന്ന് ഉരുകി വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ പാലും ബട്ടറും കൂടി നമ്മൾ ചേർത്തതൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ചെറുതാക്കി വെക്കാം. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് ഉടച്ചു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പാലും കിഴങ്ങും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ടയൊന്നും കെട്ടാതെ ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ചെറുതീയിൽ വെച്ചിട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അടിയിലൊക്കെ പെട്ടെന്ന് അതിനെ കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഇത് തിളച്ച് വരാൻ തുടങ്ങുന്നുണ്ട്. നമുക്ക് കൈയെടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പൊ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഈ കിഴങ്ങ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബട്ടർ ചേർത്തപ്പോൾ അൺസാൾട്ടഡ് ബട്ടറാണ് ചേർത്തിരുന്നത്. അത് കാരണമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളിപ്പോൾ സോൾട്ടഡ് ബട്ടറാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് നോക്കിയിട്ട് മാത്രം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പൊ ഇത് അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവമായിട്ടുണ്ട്. ശരിക്കും ഇത്രയും ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊരു ലൂസായിട്ടാണ് ഇരിക്കേണ്ടത്. പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്നത് ഇഷ്ടം. അത് കാരണം ഞാൻ ഈ ഒരു സ്റ്റേജ് വരെ വഴറ്റിയെടുത്തത്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പാഴ്സ്ലി തൂവി കൊടുക്കാം. ഞാനിവിടെ ഡ്രൈ പാഴ്സ്ലിയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. നല്ല ചൂടോടുകൂടി കഴിച്ചാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള മാഷ്ഡ് പൊട്ടറ്റോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് സാധാരണ സ്റ്റേക്കിൻ്റെ ഒക്കെ കൂടെയാണ് കഴിക്കാറ്. കുട്ടികൾക്കൊക്കെ ചോറിൻ്റെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ സൈഡായിട്ട് കൊടുത്താലും അവർക്ക് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.